ദീപിക ബാലസഖ്യം കൊച്ചേട്ടൻ, ഫാദർ റോയി കണ്ണഞ്ചിറ നമ്മുടെ കൂടെയുണ്ട്. അച്ഛനും ഒരു നല്ല ഗായകനാണ്. മൈക്കിളച്ഛനായിട്ടുള്ള ഓർമ്മകൾ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട മൈക്കിളച്ഛൻ്റെ വേർപാട് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ വേർപാട് പോലെ വളരെയേറെ എൻ്റെ ഹൃദയത്തെ സ്വാധീനിക്കുന്നതും സ്പർശിക്കുന്നതുമായ ഒരനുഭവമാണ്. ഞങ്ങൾ വൈദികരെ സംബന്ധിച്ചിടത്തോളം മരണമെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു സന്ദേശമാണ്. മരണം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിച്ചാൽ ജീവൻ മുമ്പിൽ കണ്ടുകൊണ്ട് മരിക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ നിത്യജീവൻ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിച്ചു മരിച്ച ഒരു ധന്യനായ സമർപ്പിത വൈദികനാണ് വിൻസെൻഷ്യൻ സഭാംഗമായ നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ പനശ്ശിക്കലച്ചൻ. ഞാൻ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയിരിക്കുന്നത് എൻ്റെ ഇരട്ട സഹോദരനും ഞാനും കൂടി നമ്മുടെ ഗുഡ്നസ് ടിവിയിൽ തന്നെ 200-നടുത്ത് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്ത സ്നേഹം സഹനം സന്യാസം എന്ന സമർപ്പിത ജീവിതക്കാരുടെ സംഗമവേദിയിൽ മൈക്കിളച്ചനെ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ്. അങ്ങനെ 2 എപ്പിസോഡുകളായിട്ട് ഞങ്ങൾ അത് ഗുഡ്നസ് ടി വി സംപ്രേഷണം ചെയ്ത ആ ഒരു എപ്പിസോഡ് ഇന്റർവ്യൂവിലാണ് യഥാർത്ഥത്തിൽ മൈക്കിളച്ചന്റെ ജീവിതത്തെ പറ്റി വിശാലമായിട്ട് അദ്ദേഹം തുറന്നു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ജീവിതം ഈ സന്യാസ സർഗാത്മകത എന്ന ഒരു ഗിഫ്റ്റാണ്, ഒരു ദാനമാണ്. അത് എല്ലാ സന്യാസ വൈദികർക്കും അല്ലെങ്കിൽ സന്യാസ ജീവിതം സ്വീകരിക്കുന്നവർക്കും ലഭിക്കുന്നതല്ല. പക്ഷേ അത് ജന്മനാ ലഭിക്കുന്നതാണെങ്കിലും അതിനെ ആത്മീയമായി നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ ആ ദൈവകൃപയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ സർഗവാസനകളെ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അത് ഒരു നിത്യത കൈവരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു വിളി ആദ്യം തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ തന്നെ നിത്യത തീർക്കുന്ന നിമിഷങ്ങളെ പറ്റിയുള്ള ആ ധ്യാനം തന്നെയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി ആ ഒരു ഗാനത്തിലൂടെ ഈ ഒരു സർഗാത്മക രചനയിലേക്ക്, ഗാനരചനയിലേക്ക്, ഭക്തിഗാന രചനയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നു. അതിനു മുമ്പും അതിനുശേഷവുമൊക്കെ അദ്ദേഹം വിവിധങ്ങളായ ഈ ലിറിക്കൽ ക്രിയേറ്റിവിറ്റി, ഈ രചനാപരമായ ആ ഒരു പുതുമ, അത് അദ്ദേഹത്തിന്റെ ഒരു സംഭാവനയായിരുന്നു നമ്മുടെ മുമ്പിൽ. ഞാൻ ദീപികയിലാണ് വർക്ക് ചെയ്യുന്നത്, 24 വർഷമായി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ തുടക്കം മുതൽ പരിചയമുണ്ട്. 2009-10 കാലഘട്ടങ്ങളിൽ കന്മഴ പെയ്യും മുമ്പേ എന്നുള്ള അദ്ദേഹത്തിന്റെ സിനിമ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം അഭിമുഖീകരിച്ച ഒരു ഈ ക്രിയേറ്റീവ് ഇൻസെക്യൂരിറ്റി എന്ന് ഞാൻ പറയും. അതായത് ഈ ക്രിയേറ്റിവിറ്റി ഉള്ളവർ ഫേസ് ചെയ്യുന്ന ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. ആ സർഗാത്മകമായ ഒരു പ്രകാശനത്തിന്റെ സമയത്ത് ഇത് സൃഷ്ടിച്ചവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പരിസരത്ത് ആരും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ സൃഷ്ടികളുടെയും പരിസരത്തൊരു എല്ലാ സൃഷ്ടികൾക്കുമുണ്ട് അത്തരത്തിലുള്ള ഒരു ഒറ്റപ്പെടൽ. അത് അദ്ദേഹവും അനുഭവിച്ചിരുന്നു. ഈ കന്മഴ പെയ്യും മുമ്പേ എന്നതിൻ്റെ ആ ഒരു നിർമ്മാണവും രചനയും അതിനോടനുബന്ധമായി അദ്ദേഹം അഭിമുഖീകരിച്ച നിരവധി സംഘർഷങ്ങളും ഞങ്ങൾ വ്യക്തിപരമായി അടുത്ത് ഇടപഴകിയാണ്. ഞാൻ വളരെയേറെ ഇളയ ഒരു അനുജനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എങ്കിലും എൻ്റെ കൊച്ചേട്ടൻ്റെ കത്തുകളും എഴുത്തുകളും എൻ്റെ പാട്ടുകളുമൊക്കെ അദ്ദേഹം വളരെ ശ്രദ്ധയോടെ വായിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് തമ്മിൽ ഒരു വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. ഒപ്പം ഞാൻ CMI മൂവാറ്റുപുഴ പ്രൊവിൻസുകാരനാണ്. അപ്പം മൂവാറ്റുപുഴ പ്രൊവിൻസിലെ ആന്റണി ഉരുളിയാനിക്കലച്ചൻ അദ്ദേഹത്തിന്റെ 20ഓളം പാട്ടുകൾ മ്യൂസിക് കൊടുത്തയാളാണ്. തൃക്കൈകളിൽ, പൂജ്യപാദങ്ങളിൽ ഉൾപ്പെടെയുള്ള വളരെ വിഖ്യാതമായ ഗാനങ്ങൾ ഉരുളിയാനിക്കലച്ചന്റെ ഈണത്തിൽ വന്നതാണ്. ഇപ്പൊ അദ്ദേഹം എഴുതിയതിൽ ഏറ്റവും അവസാന ഭാഗത്ത് എഴുതിയ മരണത്തെപ്പറ്റി എഴുതിയ ഒരു സുദീർഘമായ ഒരു കവിത, അതും ഉരുളിയാനിക്കലച്ചനാണ് ഈണം കൊടുത്തത്. ഞങ്ങൾ ഒരുമിച്ച് പനശ്ശിക്കലച്ചന്റെ ആ സൗഹൃദ വലയത്തിൽ വളരെ അർത്ഥപൂർണമായ നിമിഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് യാത്ര പറയുമ്പോൾ ഈ നിത്യജീവനിലേക്കാണ് അദ്ദേഹം പോകുന്നതെങ്കിലും ഈ ലോകത്തിൽ മരണമില്ലാത്ത നിർമ്മിതികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ഈ ഡ്രസ്സ് അത് നമ്മുടെ അഡ്രസ്സാണല്ലോ. ഇപ്പം ഞാൻ ഈ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, അതൊരു പുരോഹിതന്റെ ഡ്രസ്സാണ്. ഞാനൊരു പുരോഹിതൻ എന്നുള്ളതാണ് എൻ്റെ അഡ്രസ്സ്. അങ്ങനെ
വിൻസെൻഷ്യൻ സഭയ്ക്ക് വിലാസം നൽകിയ പ്രമുഖ വൈദികർ ധാരാളം പേരുണ്ട്. അതിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വിലാസമാണ്, ഒരു അഡ്രസ്സാണ് യഥാർത്ഥത്തിൽ മൈക്കിൾ പനച്ചിക്കലച്ചൻ. അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംഭാവനകൾ, പ്രത്യേകിച്ച് ഈ സുവിശേഷം മുഴുവൻ ഓഡിയോ ബൈബിളായി പുറത്തിറക്കുന്നതിന് വേണ്ടി അദ്ദേഹം എടുത്ത മഹാത്യാഗങ്ങളുണ്ട് എന്ന് ജോഷി മയ്യാറ്റിൽ അച്ഛന്റെ റിഫ്ലക്ഷൻ ഞാൻ കേട്ടു. അപ്പൊ അതൊക്കെ ഒരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. ഈ സർഗാത്മകത ഉള്ളിലുള്ള ആൾക്ക് ആ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാൻ, അത് പ്രകാശനം ചെയ്യാനുള്ള വെല്ലുവിളിയാണ്, എപ്പോഴും ചലഞ്ചാണല്ലോ. അപ്പൊ ആ ചലഞ്ചിന്റെ സമയത്ത് തമ്പുരാന്റെ കയ്യിൽ മുറുകെ പിടിക്കുക എന്നാണ് ഒരു സന്യാസ വൈദികന്റെ യഥാർത്ഥ മാതൃക. അത് അദ്ദേഹം നമുക്ക് നല്ല മാതൃകയായിട്ട് തന്നെ കാണിച്ചു തന്നു. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് നൽകിയ പ്രചോദനങ്ങളുടെ വഴിയെ തന്നെ അദ്ദേഹം നടന്നു. അതിലൂടെ അനേകരെ നടത്തി. അങ്ങനെ നടന്നവർക്കും അതൊരു നിർവൃതിയുടെ അനുഭവമായിരുന്നു ഈ ഒരു ആത്മീയ ജീവിതം, ക്രിസ്തുവിലുള്ള വിശ്വാസ ജീവിതം അർത്ഥമുള്ള ഒരു വിശ്വാസ ജീവിതമാണ് എന്ന് അദ്ദേഹം തന്റെ സന്യാസ ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ വിൻസെൻഷ്യൻ സന്യാസ സഭയ്ക്ക് മാത്രമല്ല, കേരള കത്തോലിക്ക സഭയ്ക്കും കേരള സമൂഹത്തിനും, ഒപ്പം കേരളത്തിന്റെ സർഗാത്മക ലോകത്തും എഴുത്തിന്റെ ലോകത്തിലും വിവിധ കലാരൂപങ്ങളുടെ ലോകത്തിലുമെല്ലാം അദ്ദേഹം ഈ സന്യാസ ജീവിതത്തിന്റെ കൃപകൾ കൊണ്ട് തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ വലിയ ശ്രേഷ്ഠത. അതുകൊണ്ട് മൈക്കിൾ പനച്ചിക്കലച്ചൻ അദ്ദേഹം നമ്മളോട് യാത്ര പറയുമ്പോൾ അദ്ദേഹം തീർത്ത നിത്യതയുടെ ആ നിമിഷങ്ങൾ, അത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഒരു ദിശാബോധം നൽകുന്നതാണ്. നമുക്കും അദ്ദേഹത്തെ പോലെ തന്നെ ഈ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കാം. അപ്പോൾ നമുക്ക് നിത്യജീവിതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരിക്കാനുള്ള അനുഗ്രഹം ലഭിക്കും. തീർച്ചയായും അദ്ദേഹം നമ്മളെയും ഈശോയിലേക്ക്, ഈശോ നൽകിയ നിത്യജീവനിലേക്ക് പ്രചോദിപ്പിക്കട്ടെ. ഈ ഒരു ജീവിതം നമുക്ക് വലിയൊരു വഴിവിളക്കായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മൈക്കിൾ അച്ഛന്റെ ജീവിതം എപ്പോഴും നിത്യതയെ ലക്ഷ്യമാക്കിയായിരുന്നു. അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാൻ, പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ.